നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടന്നു പോകുന്ന വഴിയിൽ ഒരു വലിയ കുഴിയുണ്ടായി അതിലേക്ക് വീണുപോയാലോ, അത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. മലേഷ്യയിലാണ് ഇന്ത്യക്കാരിക്കാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. മലേഷ്യ സന്ദർശനത്തിനിടെ റോഡിൽ പെട്ടെന്നുണ്ടായ കുഴി, ആ കുഴിയിൽ ഇന്ത്യക്കാരി വീണു കാണാതായി. 5 ദിവസമായി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കുടുംബാംഗങ്ങൾക്കൊപ്പമായിരുന്നു ഇന്ത്യക്കാരി മലേഷ്യ സന്ദർശിക്കുന്നത്. കോലാലംപൂരിലെ ജലാൻ ഇന്ത്യ മസ്ജിദിന് സമീപത്തെ നടപ്പാതയിലൂടെ നടന്നു പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ആന്ധ്രാപ്രദേശിലെ കുപ്പത്തിലുള്ള അനിമിഗാനിപ്പള്ളി സ്വദേശിയായ വിജയലക്ഷ്മി ഗാലിയെയാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിൽപ്പെട്ട് കാണാതായിരിക്കുന്നത്. ഓഗസ്റ്റ് 23-നാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായത്. കാണാതായിട്ട് ഇപ്പോൾ 5 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിരവധി പേരുള്ള നടപ്പാതയിൽ വിജയലക്ഷ്മിക്ക് അപകടമുണ്ടാവുന്നതിന് ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. എന്നാൽ ഊർജിതമായ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. 5 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. വിജയലക്ഷ്മിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശക്തമായ അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിജയലക്ഷ്മി ഈ വീണപ്പോൾ തന്നെ ഒഴുകി മറ്റെവിടെയെങ്കിലും എത്തിച്ചേർന്നോ ആ ഒരു സംശയം ഇപ്പോൾ ശക്തമാണ്. കഴിഞ്ഞ ദിവസം അഗ്നിരക്ഷാസേന ഇത്തരത്തിലൊരു സംശയമായിരുന്നു പങ്കുവച്ചത്. അതായത് ശക്തമായ അടിയൊഴുക്കിൽ വിജയലക്ഷ്മി മറ്റെവിടെയെങ്കിലും എത്തിച്ചോ എന്ന ഒരു സംശയമാണ് അഗ്നിരക്ഷാസേനയെ മുന്നോട്ട് വയ്ക്കുന്നത്. സംഭവത്തിൽ അധികൃതരുമായി വിവരങ്ങൾ തേടിയെന്ന് കോലാലംപൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിക്കുകയുണ്ടായി. എക്സിലൂടെയാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഈ വിവരം പങ്കുവച്ചത്. 48 വയസ്സുകാരിക്കാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. നടപ്പാത ഇടിഞ്ഞ് 8 അടിയോളം ആഴത്തിലേക്കാണ് ഈ യുവതി വീണിരിക്കുന്നത്. ഭൂമി കുഴിഞ്ഞു പോകുകയായിരുന്നു. തൊട്ടടുത്ത് നിന്നവർ ഇവരെ പിടിച്ച് രക്ഷിക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് വിജയം കണ്ടില്ല. വിജയലക്ഷ്മി മലേഷ്യയിലെത്തിയത് മകനും ഭർത്താവിനൊപ്പം സുഹൃത്തുക്കളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. 2 മാസങ്ങൾക്ക് മുൻപായിരുന്നു വിജയലക്ഷ്മി മലേഷ്യയിലെത്തിയത്. മടക്കയാത്രയ്ക്ക് ഒരുങ്ങുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായിരിക്കുന്നത്. ഇവർക്കായുള്ള തിരച്ചിൽ പരിസര പ്രദേശത്തെ മാൻഹോളുകളിലേക്കും നീട്ടിയിട്ടുണ്ട്. 5 ദിവസത്തിന് ശേഷവും ഒരു സൂചനയും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ വർഷം ഈ മേഖലയിൽ സമാനമായ രീതിയിൽ കുഴി ഉണ്ടായി എന്നാണ്. ഇത് പരിഹരിച്ചിരുന്നതായാണ് കോലാലംപൂരിലെ പോലീസ് മേധാവികൾ വിശദമാക്കിയിരിക്കുന്നത്. നിലവിൽ ഈ പാത അടച്ച നിലയിലാണുള്ളത്. ജലാൻ മസ്ജിദിന് സമീപം 50 മീറ്ററോളം മാറി സമാനമായ മറ്റൊരു കുഴിയും കൂടി രൂപം കൊണ്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 28-നാണ് ഈ കുഴി രൂപം കൊണ്ടതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു അപകടം നമ്മളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നത് തന്നെയാണ്. കാരണം നടന്നു പോകുന്ന വഴിയിൽ ഇത്തരത്തിലൊരു കുഴിയിലേക്ക് വീഴുക, അത്തരത്തിൽ അപകടത്തിൽപ്പെടുക, തീർച്ചയായിട്ടും ഒരു ആശങ്കാജനകമായ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ ഇത്തരം വലിയ കുഴികൾ ഉണ്ടാവുന്നു? അതിന് വിദഗ്ധർ നൽകുന്ന വിശദീകരണം ഇപ്രകാരമാണ്. ഭൂഗർഭജലം ഉപരിതലത്തിലെ പാറകളെ തള്ളി മാറ്റുന്നു. ഇതിന് പിന്നാലെയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഇത്തരം വലിയ കുഴികൾ ഉണ്ടാകുന്നതെന്നാണ് വിദഗ്ധർ വിശദമാക്കുന്നത്. ഈ ഒരു പ്രതിഭാസം സാധാരണമാണ്. പക്ഷെ ഇങ്ങനെ അപകടമുണ്ടാവുക, അല്ലെങ്കിൽ ആളുകൾ അതിൽ പെട്ടുപോകുക, ആളുകൾക്ക് പരിക്കുകൾ പറ്റുക, അതൊക്കെ സർവ്വസാധാരണമല്ലാത്ത കാര്യം ആണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അടുത്ത കാലത്തുണ്ടായ വലിയ രീതിയിൽ ആൾനാശമുണ്ടായ സംഭവം കാനഡയിലെ മോൺട്രിയലിൽ 2010-ലാണ് ഉണ്ടായത്. അതായത് ഒരു കുടുംബത്തിലെ 4 പേരാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ കൊല്ലപ്പെട്ടത്. എന്തായാലും ഈ മലേഷ്യയിലെ കുഴിയിലകപ്പെട്ട ഇന്ത്യൻ സ്വദേശി വിജയലക്ഷ്മിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ്. എന്തായാലും വലിയൊരു ഭീതി വിതയ്ക്കുന്ന, അല്ലെങ്കിൽ ഒരു ആശങ്ക ഉണർത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നടന്നു പോകുന്ന വഴിയിൽ ഒരു കുഴി ഉണ്ടാകുക, അതിലേക്ക് വീഴുക, അതൊരു പ്രകൃതിയുടെ പ്രതിഭാസമാണെങ്കിൽ പോലും അത്തരത്തിലൊരു അപകടം അത് വളരെ ഭയാനകം തന്നെയാണ്, ആശങ്കാജനകം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.